ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കശ്മീരി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ ഇതുപോലെ ഒരു കശ്മീരി ചിക്കൻ ഗ്രേവി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പശുവിൻ നെയ്യാണ്, 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും. എണ്ണയും നെയ്യും എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും 2-3 പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു വയനിലയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഗ്രാമ്പു, 2 ബ്ലാക്ക് കാർഡമും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ കറുത്ത ഏലക്ക ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കറുത്ത ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 സാധാരണ ഏലക്കയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു 4 സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കുക. ഈ ഒരു രീതിക്ക് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടിയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്രഷായിട്ട് ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 4 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ആ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അതൊന്ന് വെന്തുടഞ്ഞ് ചേർന്നോളും കേട്ടോ. നമ്മുടെ ഈ തക്കാളിയും ചേർത്ത് ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആ മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണ്. കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡറും കൂടി. അപ്പോൾ നമ്മൾ ഈ ചില്ലി പൗഡർ ഇച്ചിരി നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. ഒരു കളർ കൊടുക്കും, നല്ലൊരു കളർ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം. കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. കൂടെ അതേ അളവിൽ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത്. ഇനി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടിയാണ്. പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. തൈര് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ കശ്മീരി ചിക്കൻ കറിയിൽ മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് കേട്ടോ തൈര്. അപ്പോൾ തൈര് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. തൈരും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി വരട്ടെ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. 1.5 കിലോ അളവിലാണ് ഞാനിപ്പോൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. ആ ചിക്കൻ്റെ മസാലക്കൂട്ടുകളാണ് കേട്ടോ നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. മസാല എല്ലാം ചിക്കനിൽ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ദാ ഈ ഒരു രീതിക്ക് നമ്മുടെ ചിക്കനെല്ലാം മസാലയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചിക്കൻ കറിക്ക് എപ്പോഴും നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ വേണ്ടത് ഒരു 4 പച്ചമുളകും കൂടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിക്കനും ഗ്രേവിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു സമയം ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 20 മിനിറ്റ്, കുറഞ്ഞതൊരു 20 മിനിറ്റ് നമുക്ക് മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കാൻ നിൽക്കേണ്ട, കാരണം നമ്മുടെ ചിക്കനിലുള്ള വെള്ളം ധാരാളം ഇതിലുണ്ടാവും. അത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത്. അതിൻ്റെ പേരിൽ ഈ ഒരു സമയം ഈ ഒരു വെള്ളം കണ്ടിട്ട് ഇതിൽ കൂടുതൽ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. നന്നായിട്ടൊന്ന് വറ്റിച്ച് വേണം കേട്ടോ നമ്മുടെ ഈ ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മുടെ ചിക്കൻ വേകാൻ വേണ്ടിയിട്ടുള്ള സമയം. നമ്മുടെ കറി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്ത ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുന്തിരിയും കൂടി, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അത് ഇതുപോലെ ഇത്രയും തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വേണം കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.